ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ നമുക്കൊരു 1K ലൈക്ക് ടാർഗറ്റ് ഉണ്ട്. മാക്സിമം എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ അങ്ങ് കടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദേനെയാണ്. അങ്ങനെ നന്ദ അവിടെയുമില്ല ഇവിടെയുമില്ല, നന്ദ ചെയ്തത് വല്ലാത്ത ഒരു ഇതായി പോയി എന്ന രീതിയിലാണ് നിൽക്കുന്നത്. കാരണം നന്ദ പ്രതീക്ഷിച്ചതൊന്നും അല്ല നടന്നത്. നയന നേരെ വിപരീതമായിട്ട് നമ്മുടെ ഗൗതം പറഞ്ഞതുപോലെ തന്നെയാണ്. നമ്മുടെ ഗൗതം അന്ന് പറഞ്ഞ കാര്യം നമ്മുടെ നന്ദ ഒന്ന് ഓർത്തെടുക്കുകയാണ് കേട്ടോ. ഇതൊക്കെ തീക്കളിയാകും നന്ദ, ചിലപ്പം നീ പ്രതീക്ഷിക്കുന്ന രീതിയിലൊന്നും അല്ലായിരിക്കും ഇത് വരാൻ പോകുന്നത്, അതിലും അപ്പുറമായിരിക്കുമെന്നൊക്കെ. അതൊക്കെ ഓർത്തിങ്ങനെ നിന്നിട്ട് പിന്നെ നേരെ പോകുന്നത് നമ്മുടെ ഗൗതമിന്റെ അടുത്തേക്ക് തന്നെയാണ്. അങ്ങനെ ഗൗതമിനോട് ചെന്നിട്ട് ഇപ്പൊ കാര്യങ്ങളൊക്കെ പറയാ. ഇപ്പൊ കാര്യങ്ങളൊക്കെ കേട്ടതും നമ്മുടെ ഗൗതം, ഞാൻ പറഞ്ഞതല്ലായിരുന്നു നിന്നോട്, നീ എന്തിനാ ഇതൊക്കെ ചെയ്തത്? അന്ന് ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? വേണ്ട, ഒന്നിനും പോകണ്ട എന്ന്. അപ്പൊ നീ പറഞ്ഞു അർജുനും പിങ്കിയും ഒന്നിക്കണം, അതിനുവേണ്ടി നീയും നയനയും കളിക്കുന്ന ഒരു കളിയാണെന്ന്. എന്നിട്ട് ആ കളി ഇപ്പൊ തീക്കളി ആയില്ലേ എന്ന് പറഞ്ഞപ്പം നമ്മുടെ നന്ദ പറഞ്ഞു, അത് പിന്നെ ഗൗതം സാർ, ഞാൻ ഒരിക്കലും അതൊന്നും പ്രതീക്ഷിച്ചില്ല. ഞാൻ പ്രതീക്ഷിച്ചത് വേറൊന്നുമല്ല, എങ്ങനെയെങ്കിലും പിങ്കിയെയും അർജുനെയും ഒന്നിപ്പിക്കണം, അതുമാത്രമാണ് ഞാൻ പ്രതീക്ഷിച്ചതും അതുമാത്രമാണ് ഞാൻ ആഗ്രഹിച്ചതും. അതിനുവേണ്ടിയാ നയനയെ കൂട്ടുപിടിച്ച് ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടിയത്. നയന എൻ്റെ ഒപ്പം നിന്നു. അവക്ക് പക്ഷെ ഇങ്ങനെ ഒരു മനംമാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഇതിനെന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ ഗൗതം സാർ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? പിങ്കിയെയും അർജുനെയും ഒന്നിപ്പിക്കാൻ, അവരെ പിരിക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഒരിക്കലും പിങ്കിയുടെ സ്ഥാനത്തേക്ക് നയന വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. ഞാൻ എന്നും ആഗ്രഹിക്കുന്നത് പിങ്കിയും അർജുനും ഒരുമിച്ച് ജീവിക്കണമെന്ന. ഇത് കേട്ടത് നമ്മുടെ ഗൗതം പറഞ്ഞു, എനിക്കിതിനെക്കുറിച്ചൊന്നും കൂടുതൽ കാര്യമൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ ഏതായാലും ഇതിൽ തലയിടാനും പോകുന്നില്ല. നീയായി നിന്റെ പാടായി നീ തന്നെ വരുത്തി വെച്ചതല്ലേ നന്ദേ. അപ്പൊ നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. ഒരിക്കലും ഇതിന്റെ കുറ്റങ്ങളും തെറ്റുകളും ഒന്നും ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് നീ എന്തെങ്കിലും ആലോചിച്ച് ഇതിനൊരു പോൻ വഴി കണ്ടെത്ത്. അല്ലെങ്കിൽ പിന്നെ നയനയും അർജുനും ഒരുമിച്ച് ജീവിക്കട്ടെ, അവരൊരുമിച്ച് ജീവിക്കട്ടെ. അതിനിപ്പോ എന്താ പ്രശ്നം ഇരിക്കുന്നത്? പിങ്കിക്ക് താല്പര്യമില്ലെങ്കിൽ നയനയും അർജുനും ഒന്നിക്കട്ടെ. അല്ല, അർജുനും ഒരു ജീവിതം വേണ്ടേ? അല്ല ഗൗതം സാർ എന്താ ഈ പറയുന്നത്? അങ്ങനെയൊക്കെ ഒരിക്കലും അതൊന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നിനക്ക് അംഗീകരിക്കാൻ പറ്റില്ലായിരിക്കാം. അല്ല, ഇപ്പം സുമംഗലാപ്പച്ചി എന്താ ഇങ്ങനെയെന്ന് എനിക്കറിയില്ല. സുമംഗലാപ്പച്ചി നയനയുടെ കൂടത്തിലാണ് നിൽക്കുന്നത്. നയനയെ ഈ വിധത്തിലാക്കിയെടുത്തതും സുമംഗല അപ്പച്ചി തന്നെയാ. സുമംഗല അപ്പച്ചി എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? സുമംഗല അപ്പച്ചി വെച്ചു കൊടുത്ത വളവ ഇപ്പൊ വളർന്ന് പന്തലിച്ച് ഇപ്പൊ പന പോലെ വളർന്നിരിക്കുന്നത്. അതാ ഇപ്പൊ പിങ്കിയെ മുറിച്ചു മാറ്റി അവിടെ നമ്മുടെ നയനയെ കയറ്റി നിർത്താനും നോക്കുന്നത്. ഇതൊന്നും ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഗൗതം സാർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എങ്ങനെയെങ്കിലും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഗൗതം സാർ എൻ്റെ കൂടെ നിൽക്കണം. ഇല്ല, എനിക്ക് ഒരിക്കലും നിൽക്കാൻ പറ്റില്ല. എനിക്ക് ആവശ്യത്തിലേറെ പ്രശ്നങ്ങളുണ്ട് നന്ദ. എനിക്ക് ആവശ്യത്തിലേറെ ഡിപ്പാർട്ട്മെന്റിലും പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഈ പ്രശ്നങ്ങളെല്ലാം എടുത്ത് എൻ്റെ തലയിൽ വെക്കണമെന്നാണോ നന്ദ നീ പറയുന്നത്? എനിക്കിതിനൊന്നും പറ്റില്ല. എനിക്കിതിനൊന്നും സമയവുമില്ല. എൻ്റെ പ്രശ്നങ്ങളൊക്കെ എന്താണെന്ന് എനിക്കേ അറിയത്തുള്ളൂ. അതോർത്ത് ഞാൻ ടെൻഷൻ അടിച്ച് നടക്കുമ്പോഴാണ് അടുത്ത പ്രശ്നമായിട്ട് വരുന്നത്. ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് നീയല്ലേ? നീ തന്നെ ഇത് തലയിൽ ചുമന്നോട് നടക്കുകയോ ഇതെടുത്ത് ഇറക്കി വെക്കുകയോ പിങ്കിയെയും അർജുനെയും ഒന്നിപ്പിക്കുകയോ എന്ത് വേണാച്ചാ ചെയ്തോ. എനിക്ക് ഇതിനെക്കുറിച്ച് വേറൊന്നും സംസാരിക്കാനില്ല. അവനവൻ വരുത്തി വെച്ചത് അവനവൻ തന്നെ അനുഭവിച്ച് തീർക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗൗതം അങ്ങ് പോയി കേട്ടോ. നന്ദ ആകപ്പാട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥ. നന്ദയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. നന്ദ കാരണമാണല്ലോ ഇപ്പൊ പിങ്കിയുടെ ജീവിതം കോഞ്ഞാട്ടയാകാൻ പോകുന്നതെന്ന് ഓർത്തിട്ട് അതിലും വലിയ വിഷമം നന്ദയ്ക്ക്. ഏതായാലും നന്ദ രണ്ട് കൽപ്പിച്ച് നേരെ നയനയുടെ അടുത്തേക്ക് തന്നെ ചെന്നു. നയനയോട് ചെന്നിട്ട് പറഞ്ഞു, നയനെ, ഒരിക്കലും ഞാനിതൊന്നും പ്രതീക്ഷിച്ചില്ല. നീ ചെയ്തത് വഞ്ചന. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഞാൻ പറഞ്ഞല്ലോ അന്ന് ഇതൊരു തമാശയാക്കി എടുക്കണമെന്ന്. തമാശയാക്കി എടുത്ത് നമുക്ക് അർജുനെയും പിങ്കിനെയും ഒന്നിപ്പിക്കണമെന്ന്. ഓഹോ, നീ പറയുന്നതെല്ലാം തമാശയായിട്ട് എടുക്കാനും നീ പറയുന്നതൊക്കെ അതേപടി കേൾക്കാനും ഞാൻ നിന്റെ അടിമയൊന്നും അല്ലല്ലോ നന്ദ. ഞാൻ നിന്റെ അടിമയാണോ? എനിക്ക് തോന്നുന്ന പോലെ ഞാൻ ചെയ്യും. ഏതായാലും തമാശയ്ക്ക് തുടങ്ങിയതാ, ഇത് തലയ്ക്ക് കയറി പിടിച്ചു. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, ഇപ്പൊ ഞാൻ തമാശയ്ക്ക് തുടങ്ങിയതാന്ന് പറയുന്നത് വെറുതെയാ. പണ്ട് മുതലേ എൻ്റെ മനസ്സിൽ അർജുനുള്ളതാ. അവൻ എൻ്റെ മാത്രമാകണമെന്ന് ഉള്ള ആഗ്രഹം കൊണ്ടാ ഞാൻ ഇവിടെ വരെ എത്തിപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവനെ ഞാൻ സ്വന്തമാക്കിയിരിക്കും. അവൻ എൻ്റെ ഭർത്താവായിരിക്കും, ഞാൻ അവൻ്റെ ഭാര്യയുമായിരിക്കും. അതിനിടയിലുള്ള പിങ്കി എന്ന ആ മുഷിഞ്ഞ തുണി ഞാൻ എടുത്ത് വലിച്ചെറിയും. ആ മുഷിഞ്ഞ തുണി ഇനി നമ്മുടെ അർജുന്റെ കൂടെ വേണ്ട.
ഞാനായിരിക്കും ഇനി എന്നും അർജുൻ്റെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ തുടരാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് തന്നെ പിങ്കി സ്വയമേ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോളും എന്നൊക്കെ പറഞ്ഞപ്പോൾ, എന്താടി നീ പറഞ്ഞത് നയന? ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. എൻ്റെ അനിയത്തിയുടെ സ്ഥാനമാണ് ഞാൻ പിങ്കിക്ക് കൊടുത്തിരിക്കുന്നത്. എൻ്റെ അനിയൻ്റെ സ്ഥാനമാണ് ഞാൻ അർജുനും കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും ഞാൻ സമ്മതിച്ചു തരില്ല. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് നീ ഒരിക്കലും അർജുനെ സ്വന്തമാക്കാൻ പോകുന്നില്ല നയന. അത് നിന്റെ വെറും സ്വപ്നമായിരിക്കും. സ്വപ്നം. ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. അത് വേറൊന്നുമല്ല. ഏതായാലും അർജുൻ്റെ അമ്മ ആരുടെ കൂടെയാ? എൻ്റെ കൂടെയാണ്. അർജുൻ്റെ അമ്മയ്ക്ക് ഞാൻ മരുമകളായിട്ട് വരുന്നതാണ് സന്തോഷം. അപ്പം പിന്നെ അർജുനും അമ്മ പറയുന്നത് മാത്രമേ കേൾക്കാൻ പോകുന്നുള്ളൂ. കുറച്ചു നേരം മുമ്പ് തന്നെ സുമംഗല അപ്പച്ചൻ എനിക്ക് വാക്ക് തന്നു, അർജുനെ എനിക്ക് സ്വന്തമാക്കി തരുമെന്ന്. അതിൽ കൂടുതൽ ഉറപ്പൊന്നും എനിക്ക് വേണ്ടല്ലോ. പിന്നെ നന്ദേ, നീ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാം കേട്ടനുസരിച്ച് എല്ലാം ചെയ്യുന്ന ഒരു പാവയൊന്നും അല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരടിമയും അല്ല ഞാൻ. അതുകൊണ്ട് എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ പ്രവർത്തിക്കും, എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യും. നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. നീ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിനക്ക് നല്ലതായിരിക്കും, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എനിക്കും അത് 100% നല്ലത് തന്നെയാണ്. അർജുന് ഞാൻ സ്വന്തമാക്കുമെന്ന് പറഞ്ഞപ്പം ഞാനൊരു കാര്യം പറയാം. ആ പിങ്കി ഒന്ന് അർജുനെ സ്നേഹിച്ചു തുടങ്ങാനാ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞു. ഈ സമയത്ത് നീ ഒന്ന് പോന്നെന്താന്ന് പറഞ്ഞിട്ട് നേരെ നമ്മുടെ നയനെ അങ്ങ് പോയി. അപ്പോഴത്തേക്കുമാണ് പിങ്കി കൈ കൊട്ടിക്കൊണ്ട് വരുന്നത്. പിങ്കി കൈ കൊട്ടിക്കൊണ്ട് വന്നിട്ട് പറഞ്ഞു, നന്ദാ, വേഷ നിനക്ക് വന്നപ്പോൾ മുതൽ എന്നോടുള്ള വൈരാഗ്യം അത് നീ ഇതിൽ തീർത്തല്ലോ, ഇതിൽ അവസാനിപ്പിച്ചല്ലോ. നീയാണല്ലേ അപ്പൊ ഇതിന് പിന്നില് എന്നെയും അർജുനെയും തമ്മിൽ പിരിക്കാനുള്ള നിന്റെ മാസ്റ്റർ പ്ലാൻ ആയിരുന്നല്ലേ ഇത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദ പറഞ്ഞു, ഒരിക്കലും അല്ല പിങ്കി, ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ എന്നും നീയും ഗൗതമും ഒന്നിച്ച് ജീവിക്കണമെന്നല്ലാതെ നിങ്ങൾ ഒരുമിച്ച് ഒരുപോലെ സന്തോഷത്തോടെ ഒരു കുടുംബജീവിതം തുടങ്ങണം എന്നല്ലാതെ ഞാൻ ഒരിക്കലും നിങ്ങളെ രണ്ടാക്കാൻ വേണ്ടി ഒരിക്കലും ഞാൻ നിന്നിട്ടില്ല. എനിക്കെന്നും നിങ്ങൾ ഒന്ന് തന്നെയാണ്. അർജുനും അതുപോലെ പിങ്കി നീയും എനിക്ക് ഒന്ന് തന്നെയാണ്. നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാനുള്ള ഒരു ചെറിയൊരു നാടകമായിരുന്നു ഇത്. ഞാൻ നാടകം കളിച്ചു, പക്ഷേ അതെല്ലാം യാഥാർത്ഥ്യമാക്കി മാറ്റിയത് നയനയാണ്. അല്ലാതെ ഇതിലെനിക്ക് യാതൊരു പങ്കുമില്ല. പിങ്കി, നിന്നോട് ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്, പക്ഷെ അതൊക്കെ ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കാറില്ല. എന്തെങ്കിലും നീ ഒന്ന് ചെയ്യുമ്പോൾ ആ ദേഷ്യം അപ്പം തന്നെ എനിക്ക് തീരാറുമുണ്ട്. അല്ലാതെ അതെല്ലാം മനസ്സിൽ കൊണ്ട് നടന്ന് പെരുമാറുന്ന ഒരു സ്വഭാവം എനിക്കില്ല. ഞാൻ നയനയെ ഒന്ന് അഭിനയിക്കാൻ പ്രേരിപ്പിച്ചു, അത് തീക്കളിയാകുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. പിങ്കി, നീ എന്നെ മനസ്സിലാക്കണം. നീയും അർജുനും ഒന്നിപ്പിക്കാൻ, നിന്റെ മനസ്സിൽ അർജുനോടുള്ള സ്നേഹം കൊണ്ടുവരാൻ, ആ തളർന്നു കിടക്കുന്ന സ്നേഹം ഉണർത്തിയെടുക്കാനാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. നിന്നെ ചൊടിപ്പിച്ച് നിന്നെ ഇങ്ങനെയൊക്കെ ആക്കി കഴിയുമ്പോഴേക്കും നിനക്ക് അർജുനോടുള്ള സ്നേഹം നിന്റെ മനസ്സിൽ ഉണ്ടാകുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ടായിരുന്നു. അത് ഏകദേശമൊക്കെ ശരിയാവുകയും അത് ഏകദേശമൊക്കെ ചെയ്തില്ലേ. പക്ഷേ അത് കൈവിട്ടു പോയി. നയന എന്നെ ചതിച്ചു. അതാ സത്യം, അതാ യാഥാർത്ഥ്യം. എനിക്ക് പിങ്കിയോട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അത് വേറൊന്നുമല്ല, അർജുനെ എങ്ങനെയെങ്കിലും അർജുനോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നീ അർജുൻ്റെ മനസ്സ് കീഴടക്കണം. എന്നിട്ട് നീ ഇവിടെ നിൽക്കണം. എന്താ നന്ദാ നീ പറയുന്നത്? ഞാൻ അർജുൻ്റെ കാല് പിടിച്ചിട്ട് അവൻ്റെ മനസ്സിൽ കയറി പറ്റിയിട്ട് ഇവിടെ നിൽക്കാനോ? എൻ്റെ പട്ടി നിൽക്കും അങ്ങനെ. എനിക്കൊരിക്കലും ആരുടെയും കാല് പിടിച്ചിട്ട് ആരുടെയും ജീവിതത്തിലെ കയറി പറ്റേണ്ട കാര്യമില്ല. അങ്ങനെ ആരുടെയും ഔദാര്യം എനിക്ക് വേണ്ട. പ്രത്യേകിച്ച് അർജുൻ്റെ ഔദാര്യത്തിലുള്ള ജീവിതം എനിക്ക് വേണ്ട. പിന്നെ എനിക്ക് നിന്നോട് പറയാനുള്ളത്, അനാവശ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ കയറി ഇടപെടാൻ പാടില്ല നന്ദ. എൻ്റെ ജീവിതം ഞാൻ എന്താണെന്ന് വെച്ചാൽ നോക്കിക്കോളാം. അത് സേഫ് ആക്കാനോ അത് ആ രീതിയിൽ എന്ത് ചെയ്യാനോ നീ നോക്കേണ്ട കാര്യമില്ല. കാരണം എൻ്റെ ജീവിതം എൻ്റെയാ. അത് ഞാൻ ജീവിച്ചു തീർക്കണോ അതോ പാതി വഴിക്ക് വെച്ച് ഉപേക്ഷിക്കണമെന്ന് ഞാനാ തീരുമാനിക്കേണ്ടത്. അല്ലാതെ ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ കയറി നന്ദ നീ ഇടപെടാൻ വരരുത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പിങ്കി അങ്ങ് പോയി. നിസ്സഹായ അവസ്ഥയിൽ നമ്മുടെ നന്ദ ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ കാണിക്കുന്നത് അരുന്ധതിനെ ലക്ഷ്മിനെയാ. അങ്ങനെ ലക്ഷ്മി പറയാ, അല്ല എടുത്തി, ഞാൻ ഓർക്കുന്നത് വേറൊന്നുമല്ല, മുമ്പൊക്കെ എത്ര ശാന്തമായിട്ടും സൗമ്യമായിട്ടും ഒക്കെ പെരുമാറിയിരുന്ന ഒരാളായിരുന്നു പിങ്കിയുടെ അച്ഛൻ. അതൊക്കെ ശരിയാ. പക്ഷെ ഇവിടത്തെ ചെറുക്കൻ അയാളുടെ മകൻ നല്ല രീതിയിൽ സംരക്ഷിക്കും, ഒരു കുടുംബമാകുമ്പം അവൾക്കൊപ്പം ഉറച്ച മനസ്സോടുകൂടി നിൽക്കും എന്നൊക്കെയുള്ള പ്രതീക്ഷ കൊണ്ടാ ഓരോ പെമ്മക്കളുടെ അച്ഛന്മാരും വരന്റെ വീട്ടുകാരോട് സൗമ്യതയും സ്നേഹവും ഒക്കെ കാണിക്കുന്നത്. അല്ലാതെ വേറൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. മകളുടെ ജീവിതം നന്നായി വന്നില്ല എങ്കിലേ ആരാ ക്ഷമിക്കുക, ആരാ പൊറുക്കുക? ആരും ക്ഷമിക്കാനും പൊറുക്കാനും ഒന്നും പോകുന്നില്ല. അല്ലേ ഏടത്തി, പിങ്കുമോളുടെ ജീവിതം തകർത്തത് അത് അവള് തന്നെയല്ലേ? അത് ഞാൻ പറയാതെ ഏടത്തിക്ക് അറിയാലോ. അവളുടെ മനസ്സിലിരിപ്പും കയ്യിലിരിപ്പും ഒക്കെ എന്താണെന്ന് ദൈവത്തിന് മാത്രമല്ലേ അറിയത്തുള്ളൂ. പറയുമ്പോ പറയാന്നല്ലാതെ പ്രഭുറാം നോക്കുമ്പം എന്താ കാണുന്നത്? ഒന്നും കാണുന്നില്ലല്ലോ. കാരണമില്ലാതെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയ മകള് ഒരു പരാതിയും പറയാതെ 1 വർഷക്കാലത്തോളം ഒരു ഉത്തമ ഭാര്യയായിട്ട് ഈ വീട്ടിൽ നിന്നു. അർജുനെ കാത്തിരുന്നു.
അതൊക്കെയല്ലേ പിന്നെ മകള് സാവിത്രിയോ ശീലാവതിയോ ആണെന്ന് ഏതൊരച്ഛനും പറയൂ, അവർക്ക് അറിയാവൂ. അല്ലെങ്കിലും സത്യത്തിനേക്കാൾ എപ്പോഴും മുഖംമൂടികൾ കാണല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അരുന്ധതി പറഞ്ഞു, അല്ല നീ എന്താ ലക്ഷ്മി പറഞ്ഞു വരുന്നത്? വേറൊന്നുമല്ല, അയാളുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ പൊട്ടിത്തെറിച്ചതിൽ എന്താ അത്ഭുതം ഇരിക്കുന്നത്? വലിയേട്ടത്തി എന്തിനാ അമ്പരന്ന് നിന്നത്? ഇതൊക്കെ അറിയാലോ. എന്റെ ലക്ഷ്മി, ആദ്യം അയാൾ വന്നതും വഴക്കുണ്ടാക്കിയതുമൊക്കെ നയനയുടെ കാര്യം പറഞ്ഞിട്ടല്ലേ? അപ്പൊ ഞാൻ പ്രതീക്ഷിച്ചു അതാണെന്ന്. സുമംഗല അതും ഇതുമൊക്കെ പറഞ്ഞെങ്കിലും അർജുന്റെ നാവിൽ നിന്നും പിങ്കിയെ വില കുറച്ച് ഒരു വർത്താനവും അവൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ? ഇല്ലല്ലോ. അത് നീയും ശ്രദ്ധിച്ചതല്ലേ ലക്ഷ്മി? മാത്രമല്ല പ്രഭുരാമൻ വിളിച്ചിട്ട് പിങ്കി ഇവിടുന്ന് പോകാനും തയ്യാറായില്ല. അത് നീയും കണ്ടില്ലേ? അത് ഞാൻ കണ്ടു. പ്രഭുരാമൻ പിന്നാലെ ചെന്ന് പിങ്കിയോട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴും പിങ്കി ഇവിടുന്ന് പോകാൻ തയ്യാറായില്ല. ഇവിടെ തന്നെ നിൽക്കുമെന്ന് അവള് തറപ്പിച്ചു പറഞ്ഞു. അല്ലേ? അതും ശരിയല്ലേ? അപ്പൊ അയാൾ മനസ്സിലാക്കേണ്ടതല്ലേ അർജുനും പിങ്കിയുമായിട്ടുള്ള പ്രശ്നത്തില് വെറും ഒരു സൗന്ദര്യ പിണക്കം മാത്രമാണെന്നും നയനയ്ക്ക് അതില് വലിയ റോളൊന്നും ഇല്ലെന്നും മനസ്സിലാക്കേണ്ടായിരുന്നോ? അത് ശരിയായി ഏടത്തി പറഞ്ഞത്, അത് 100% ശരിയാ. പക്ഷെ പിങ്കിയുടെ റൂമിലേക്ക് പോയിട്ട് തിരിച്ചു വന്ന പ്രഭുരാമൻ വെടിയേറ്റതുപോലെയാ വന്നത്. അവിടെ എന്താണ് നടന്നതെന്ന് എനിക്കറിയില്ല. അത്രയും നേരെ പറഞ്ഞതിനേക്കാളും തീക്ഷ്ണമായ രീതിയിലാണ് അയാൾ നമ്മളോട് പ്രതികരിച്ചത്. അവിടെ എന്തോ നടന്നിട്ടുണ്ട്. അതിന്റെ കാരണമാണ് എന്നെ കുഴപ്പത്തിലാക്കുന്നത്. ഓ ഏടത്തി പറഞ്ഞത് ശരിയാ. ഞാൻ അത്രയ്ക്കൊന്നും ചിന്തിച്ചില്ല. ഏടത്തി പറഞ്ഞത് വെച്ച് ആലോചിക്കുകയാണെങ്കിലേ എന്തോ വലിയൊരു ബോംബ് രണ്ടാമത് ഇവിടെ പൊട്ടിയിട്ടുണ്ട്. അത് ഉറപ്പുള്ള കാര്യം തന്നെയാ. അതാ ഞാനും പറഞ്ഞത്. അല്ല, അത് പക്ഷേ നമ്മൾ ആരോട് ചോദിക്കും? അതെന്താണെന്ന് നമ്മൾ അറിയും. ആരാ അതിനൊരു ഉത്തരം തരുന്നത്? അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ നന്ദ വന്നിട്ട് നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ പറയാം. നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ ഞാൻ പറയാം, ഇല്ലെങ്കിലും പിന്നെ ഞാൻ പറയും. എന്താ മോളെ നിനക്ക് പറയാനുള്ളത്? നീ പറ. അല്ല, പ്രഭുരാമൻ അങ്കിളിന്റെ നെഞ്ചിൽ വന്ന് പൊട്ടിയ ബോംബില്ലേ, അതെന്താണെന്നും അതാരാണ് പൊട്ടിച്ചതെന്നും അതെന്തിനാണ് പൊട്ടിച്ചതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അത് പറയാമെന്നാ ഞാൻ പറഞ്ഞത്. ഇത് കേട്ടത് ഞെട്ടിപ്പോയിട്ടോ നമ്മുടെ അരുന്ധതി ലക്ഷ്മി. അങ്ങനെ അരുന്ധതി ലക്ഷ്മി പരസ്പരം മുഖത്തോടൊക്കെ മുഖം നോക്കി നിൽക്കുകയാണ്. അങ്ങനെ അവിടെ നടന്ന കഥ മുഴുവനും നമ്മുടെ നന്ദ അരുന്ധതിയോടും ലക്ഷ്മിയോടും പറയുകയാണ്. അവിടെ നടന്ന കഥ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ നയനയുടെ മനസ്സിലുള്ളതെല്ലാം നയന വെളിപ്പെടുത്തിയ ആ ഒരു നിമിഷം, അതുപോലെ സുമംഗലയുടെ മനസ്സിലുള്ളതെല്ലാം സുമംഗല വെളിപ്പെടുത്തിയ ആ ഒരു നിമിഷം, നമ്മുടെ അർജുനെ വിവാഹം കഴിക്കാൻ നയന തയ്യാറാണെന്നും അതിന് തയ്യാറായിട്ട് നമ്മുടെ സുമംഗലയും തയ്യാറാണെന്നും, അതായത് സുമംഗല സ്വന്തം മകന് വേണ്ടി നയനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നതാണെന്നും ഒക്കെ പറഞ്ഞ ആ ഒരു നിമിഷം, ആ ഒരു കാര്യങ്ങളെല്ലാമാണ് അരുന്ധതിയോടും അതുപോലെ ലക്ഷ്മിയോടും നമ്മുടെ നന്ദ പറയുന്നത്. ഇത് കേട്ടിട്ട് വീണ്ടും രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി എന്താ പറയുക, വല്ലാത്തൊരു നമ്മളൊന്ന് പ്രതീക്ഷിക്കാതെ ഒന്ന് കേൾക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ, ആ ഒരു അവസ്ഥയിൽ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ഉടനെ നമ്മുടെ ലക്ഷ്മി ചോദിച്ചു, മോളെ നീ പറയുന്നതൊക്കെ സത്യമാണ്, എനിക്കിതൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വിശ്വസിച്ചേ പറ്റൂ. എൻ്റെ ചെവി കൊണ്ട് കേട്ട, ഞാൻ നേരിൽ കേട്ട, എന്നോടുകൂടി പറഞ്ഞ സത്യമായി ഇതൊക്കെ. അതും പ്രഭുരാമൻ അങ്കിള് ഇതൊക്കെ എത്രമാത്രം കേട്ട് നിൽക്കും. ഒരു മകളുടെ ജീവിതം താറുമാറാകാൻ പോകുന്നു എന്നറിയുമ്പോഴുണ്ടാകുന്ന ആ ഒരു പൊട്ടിത്തെറിയ നിങ്ങളുടെ മുമ്പിൽ രഘുരാമൻ അങ്കിൾ കാണിച്ചിട്ട് ഇവിടുന്ന് പടിയിറങ്ങി പോയത്. അപ്പൊ അരുന്ധതി പറഞ്ഞു, ഇല്ല, ഞാൻ ഒരിക്കലും ഇത് വിശ്വസിക്കില്ല. ഒരിക്കലും ഇത് ഞാൻ വിശ്വസിക്കില്ല. ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഒരിക്കലും ഇതിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു വല്ലാതെ അങ്ങ് വയലന്റ് ആവുകയാണ്. അപ്പൊ നമ്മുടെ നന്ദ പറഞ്ഞു, വല്യമ്മ വിചാരിച്ചാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ എന്ത് ചെയ്യാനാ നന്ദ? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് വേറൊന്നുമല്ല. ഞാൻ പറയുന്നത് പോലെ ചെയ്തു കഴിഞ്ഞാൽ നയനയുടെ നാടകം പൊളിക്കാം. അവളെ ഇവിടെ നിന്ന് നമുക്ക് പുറത്താക്കാനായിട്ട് സാധിക്കും. പിങ്കിയെയും അർജുനെയും ഒന്നിപ്പിക്കാം. അപ്പോഴത്തേക്കും ഇതെല്ലാം കേട്ട് നമ്മുടെ സുമംഗല ഇങ്ങനെ നിൽക്കുകയാണ്. സുമംഗല നയനെയും അർജുനെയും തെറ്റിക്കാൻ വേണ്ടിയായിരിക്കും ഇവൾ എന്തോ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് സുമംഗല മാറി നിന്ന് ഇതൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ നന്ദ പറയാ, അർജുൻ ഈ കാര്യത്തിൽ മനസ്സറിവൊന്നുമില്ല. അർജുൻ വെറും ഫ്രണ്ടായിട്ടാണ് നയനയെ കാണുന്നത്. പിങ്കിയും നയനയും ഒരു ത്രാസിൽ വെച്ച് കഴിഞ്ഞാൽ പിങ്കിക്ക് തന്നെ ആയിരിക്കും മുൻതൂക്കം ഉള്ളത്. അത് 100% എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. അതെനിക്കറിയാം മോളെ, അതെനിക്ക് നന്നായിട്ട് അറിയാം. അർജുന്റെ മനസ്സിൽ നയനയില്ല. നയന വെറുതെ ഒരു നാടകമാടുന്നതാണല്ലോ. നയനയ്ക്ക് ഇതിൽ ഒരു റോളും ഇല്ലല്ലോ എന്ന് വിചാരിക്കാനും നമുക്ക് കഴിയില്ല. കാരണം നയന നല്ലതുപോലെ തന്നെ ഇതിനകത്ത് റോളാക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ അർജുന് ഇതിന്റെ മുന്നിൽ ഒരു റോളും ഇല്ല, ഒരു കാര്യവും അറിയത്തുമില്ല. ഇതുവരെ അർജുൻ ഒരു കാര്യവും അറിയില്ലല്ലോ.
അല്ല വല്യമ്മ, ദേ പ്രഭുരാമൻ അങ്കിളിനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം നയന പറഞ്ഞില്ലേ, അത് അർജുന്റെ മുമ്പിൽ വെച്ച് തന്നെ ചോദ്യം ചെയ്യണം നയനയോട്. അവൾ അത് നിഷേധിച്ചാൽ സാക്ഷി പറയാൻ ഞാനുണ്ടല്ലോ. അപ്പൊ പിന്നെ കാര്യങ്ങളൊക്കെ ഈസി ആകും. അല്ല അവള് സമ്മതിച്ചാൽ എന്ത് ചെയ്യുമോളെ? അത് സമ്മതിച്ചാൽ എളുപ്പമായല്ലോ. അർജുൻ തന്നെ നയനയെ കൈയോടെ പിടിച്ച് പുറത്താക്കിക്കോളും. അതിനുള്ള കാര്യമൊക്കെ ബാക്കി ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. എങ്കിൽ പിന്നെ വല്യമ്മ ഇപ്പൊ തന്നെ നയനയും അർജുനെയും പിങ്കീനെയും വിളിക്കട്ടെ, അതോ നാളെ രാവിലെ വിളിച്ചാൽ മതിയോ? അത് പിന്നെ നാളെ രാവിലെ വിളിച്ചാലും മതി. നാളെ രാവിലെ ആണെങ്കിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ ഓക്കെ ആകും. ഈ രാത്രി ഇനി ഒന്നിനും പോകാതിരിക്കുന്നതല്ലേ മോളെ നല്ലത്. അത് ശരിയാ. എങ്കിൽ പിന്നെ നാളെ രാവിലെ ചോദ്യം ചെയ്യാം. ഇത് കേട്ടുകൊണ്ട് നമ്മുടെ സുമംഗല ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ സുമംഗല ഇതെല്ലാം അറിഞ്ഞതുകൊണ്ട് തന്നെ നയനയുടെ ചെവിയിൽ ഇതൊക്കെ എത്താൻ സിമ്പിൾ ആണല്ലോ. ഏതായാലും സുമംഗല നയനയോട് ചെന്ന് പറയും. അതിനിടയിൽ നമ്മുടെ നയനയുടെ 18ാമത്തെ അടവും തുടങ്ങും. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.